നമസ്കാരം. നമ്മൾ സെഷൻ 1 കണ്ടതാണ് ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് എങ്ങനെ പെയിൻറ് ചെയ്തെടുക്കണം, അതിൻ്റെ പെയിൻറ്റിങ് ടെക്നിക്സ് എന്തായിരിക്കണം, കളേഴ്സ് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ള കാര്യങ്ങളാണ് സെഷൻ 1 നമ്മൾ പറഞ്ഞത്. അതിനുശേഷം കുഞ്ഞു കൂട്ടുകാരുടെ രക്ഷിതാക്കളിൽ നിന്ന് റിക്വസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ പെയിൻറ്റിങ് സെഷനിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ ബേസിക്കലി അവർ പെൻസിൽ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ചിത്രം ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം സംശയം ചോദിച്ചുകൊണ്ട് ചില ആളുകൾ റിക്വസ്റ്റ് അയച്ചിരുന്നു. സോ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി അവരെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇതിൽ 4-5 ചിത്രങ്ങൾ പെൻസിൽ ഡ്രോയിങ്, ഒരു ലൈൻ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് കടക്കുമ്പം പെൻസിൽ പിടിക്കുന്ന പൊസിഷൻ മുതൽ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പെൻസിൽ എപ്പോഴും പിടിക്കുന്നത് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസിലായിരിക്കണം പിടിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലായി കിട്ടുള്ളൂ. നമ്മളിപ്പം എഴുതുന്ന പോലെയൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എപ്പോഴും ഇതിൽ നിന്നിൻ്റെ ടിപ്പിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കണം നമ്മൾ പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരും ഈ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഔട്ട്ലൈൻസ് ചെയ്യാനായിട്ട്, പെൻസിൽ ഡ്രോയിങ്സ് ചെയ്യാനായിട്ട്. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് പെൻസിലിൻ്റെ പ്രഷറാണ്. നമ്മൾ ആദ്യം വരയ്ക്കുമ്പം, ആദ്യം ഒരു സബ്ജക്റ്റ് നമ്മൾ വരച്ചു തുടങ്ങുമ്പം അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്ന അത് വരയ്ക്കും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരയ്ക്കും നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ലൈറ്റായിട്ട് വരയ്ക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റബ്ബ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ പെൻസിൽ മാർക്ക് പേപ്പറിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആദ്യം എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ മിസ്റ്റേക്കാണ്. നമ്മളതിനെ ഭയങ്കര പ്രഷർ കൊടുത്ത് ആദ്യം തന്നെ ഭയങ്കര ഡാർക്ക് ലൈൻസ് വെച്ചിട്ട് ഔട്ട്ലൈൻസ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട്, ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അത് റബ്ബ് ചെയ്താൽ പോലും, മാച്ച് കളഞ്ഞാൽ പോലും ആ പെൻസിൽ മാർക്ക് പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പം പെൻസിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി, നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്കതിനെ ഡാർക്കൻ ചെയ്യാം. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി പെൻസിലിൻ്റെ പ്രഷർ വേരി ചെയ്തിട്ടാണ്. ലൈറ്റർ ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിൽ പ്രഷർ വളരെ കുറച്ച് ഉപയോഗിക്കുക. അതേപോലെ ഡാർക്കർ ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിലിൻ്റെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കർ ലൈൻസ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിഫറെൻറ്റ് ടോൺസ് പെൻസിലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്നിപ്പം ഷെയ്ഡിങ്ങിലൊന്നും കടന്നിട്ടില്ല. ഇന്ന് പ്യുവർലി ജസ്റ്റ് ലൈൻ ഡ്രോയിങ്സ് ആണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അതുപോലെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സെഷനിലേക്ക് കിടക്കാം.